ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽസ് ആണ്. സുതാര്യ ഇൻസ്പയർഡ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽസ് ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഹെയർ സൈഡ് വൈസ് ആയിട്ട് മെസ്സി ആക്കി ഇടുകയാണ്. ഞാൻ നന്നായിട്ട് സ്റ്റഡി ആയിട്ട് കോംബ് ചെയ്യുന്നില്ല. ഹെയറിന് നല്ലൊരു ക്വാണ്ടിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെസ്സി രീതിയിൽ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. എന്നിട്ട് ജസ്റ്റ് സൈഡ് വൈസ് ആയിട്ട് ലൈൻ ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് ഫ്രീ ഹെയർ ആയിട്ട് ഇടുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ ഇതാണ്. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കുറച്ച് മുടി ഞാൻ എടുത്തിടുന്നുണ്ട്. ഇങ്ങനെ ഫ്രീ ഹെയർ ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈല് കുറച്ചൊരു ഫെസ്റ്റീവ് ലുക്കിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മിഡിൽ പോർഷൻ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് ഈക്വൽ പാർട്സ് ആക്കി എടുക്കുകയാണ്. ദെൻ അതിനുശേഷം കുറച്ച് മുടി ക്വാണ്ടിറ്റി ഇതേ രീതിക്ക് എടുത്തിട്ട് സൈഡ് വൈസ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയലാണ്. ജസ്റ്റ് ഈ രീതിക്ക് നിങ്ങൾ ട്വിസ്റ്റ് ചെയ്താൽ മതി. സൈഡ് വരെ, അതായത് നമ്മുടെ ഇയർ വരെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്തെടുക്കണം. ത്രൂ ഔട്ട് ഈ ഒരു രീതിക്ക് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ബോബി പിന്ന് വെച്ചിട്ട് നമ്മൾ ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് വെക്കണം. ദെൻ നെക്സ്റ്റ് സൈഡും അതേ രീതിക്ക് കുറച്ച് ക്വാണ്ടിറ്റി മുടിയെടുക്കുക. എന്നിട്ട് സൈഡ് വൈസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. നമ്മൾ ത്രൂ ഔട്ട് ഇയർ വരെ ഈ ഒരു രീതിക്ക് ട്വിസ്റ്റ് ചെയ്ത് ബോബി പിന്ന് വെച്ച് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഫെസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ റെഡിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റിയൊരു ഈസി ഹെയർ സ്റ്റൈല്. സൽവാറിൻ്റെ കൂടെയും സാരിയുടെ കൂടെയും അതുപോലെ ലെഹങ്കാസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് നല്ലൊരു സ്യൂട്ടിങ് ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫെസ്റ്റീവ് ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ജുംക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് മെറ്റൽ ജുംക്കയാണ് ഇടുന്നത്. പിന്നെ ഒരു റോയൽ ബ്ലൂ കളറ് ലെഹങ്കയാണ് ഇടുന്നത്. അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബാങ്കിൾ, പിന്നെ ഒരു റിങ് ഇടുന്നുണ്ട്. എല്ലാം തന്നെ ബ്ലാക്ക് മെറ്റലും സിൽവർ ഫിനിഷിംഗ് ആയിട്ടുള്ള ജ്വല്ലറീസാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ മുടി കുറച്ച് ഡിവൈഡഡ് പോർഷനാക്കി രണ്ട് രീതിക്ക് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇതേ രീതിക്ക് ഇടുക. ബാക്കിലും ഒരു ഡിവൈഡഡ് പോർഷൻ നമ്മൾ ഫ്രീ ഹെയർ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ട്യൂട്ടോറിയൽ, അതായത് ഫെസ്റ്റീവ് ലുക്ക്.
ഇനി നമുക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ ജസ്റ്റ് നിങ്ങൾ ബാക്ക്വേർഡ് ഇതുപോലെ കോംബ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് മിഡിൽ പോർഷൻ ഇതേപോലെ ഡിവൈഡ് ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡ് വൈസ് കോംബ് ചെയ്ത് സ്റ്റഡി ആക്കി ഇടുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ജസ്റ്റ് ഫ്രീ ഹെയർ ആയിട്ട് ഇടുകയാണ്. ഈ ഒരു രീതിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് കോംബ് ചെയ്യുന്നതെന്ന്. ഇവിടെ ഞാൻ കുറച്ച് ഹെയർ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇടുന്നുണ്ട്. ഈ ഒരു രീതിക്ക് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി മുടി. മിഡിലായിട്ട് നമ്മൾ ഡിവൈഡഡ് പോർഷൻ ആക്കി എടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് സൈഡ് വൈസ് ആക്കി ഇട്ടു. ഇതാണ് നമ്മുടെ തേർഡ് ഹെയർ സ്റ്റൈൽ ലുക്ക്. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ഹെയർ സ്റ്റൈൽ നോക്കാം. നേരത്തെ പോലെ തന്നെ ഞാൻ മിഡിൽ പോർഷൻ ഡിവൈഡ് ചെയ്ത് വെച്ച രീതിക്കാണ് ഈ ഒരു ഹെയർ സ്റ്റൈലും ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഞാൻ കോംബ് ചെയ്യുന്നുണ്ട്. കോംബ് ചെയ്തിട്ട് ടൈറ്റായിട്ട്, അതായത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ടാണ് മുടി ചീവി എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നോർമൽ ബുഷ് വെച്ചിട്ട് മുടി ബാക്കിലേക്ക് ലോ പോണിറ്റെയിലാണ് യൂസ് ചെയ്യുന്നത്. ഹൈ പോണിറ്റെയിൽ അല്ല, ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ ഈസി ആയിട്ടുള്ളൊരു ക്വിക്ക് ഹെയർ സ്റ്റൈൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.